ഒരു സമയത്ത് മലയാള സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച് പിന്നീട് അപ്രത്യക്ഷമായി പോയ ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ആരൊക്കെയാണ്, അവർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു കോമ്പിലേഷൻ വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. 1980 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ച വ്യക്തിയാണ് മാസ്റ്റർ വിമൽ. ബേബി സംവിധാനം ചെയ്ത അമൃതഗീതം എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് മാസ്റ്റർ വിമൽ മലയാളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ആട്ടക്കലാശം, യുദ്ധം, മനസ്സറിയാതെ, അനുബന്ധം, കുഞ്ഞാറ്റക്കളികൾ തുടങ്ങിയ 20ലധികം സിനിമകളിൽ മാസ്റ്റർ വിമൽ അഭിനയിച്ചിട്ടുണ്ട്. അനുബന്ധം എന്ന സിനിമയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് മാസ്റ്റർ വിമലിന് ലഭിച്ചിട്ടുണ്ട്. മലയാളി അല്ലെങ്കിലും മാസ്റ്റർ വിമൽ ഒരു മലയാളിയെ പോലെ തന്നെയാണ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. 1992 പുറത്തിറങ്ങിയ നക്ഷത്ര കൂടാരമാണ് മാസ്റ്റർ വിമൽ അവസാനമായി അഭിനയിച്ച സിനിമ. അതിനുശേഷം പിന്നീട് ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം 22 വർഷങ്ങൾക്ക് ശേഷം 2014 IV ശശിയുടെ അനുവാദമില്ലാതെ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് നായകനായി വരാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സിനിമ ഉപേക്ഷിക്കപ്പെട്ടു. മാസ്റ്റർ വിമൽ ഇപ്പോൾ ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ്. താരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. കാതോട് കാതോരം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കൂടെ എപ്പോഴും നടക്കുന്ന കുട്ടനെ നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കില്ല. നിഷ്കളങ്കമായ പുഞ്ചിരിയോട് കൂടി സംസാരിക്കുന്ന കുട്ടന്റെ മുഖം ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. 1980 കാലഘട്ടങ്ങളിലെ 20ലധികം സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ച വ്യക്തിയാണ് മാസ്റ്റർ പ്രക്ഷോഭ്. ഭരതന്റെ കാറ്റത്തെ കിളിക്കൂടിൽ തുടങ്ങി രാജാവിന്റെ മകൻ, ആൾക്കൂട്ടത്തിൽ തനിയെ, അനുബന്ധം, വിവാഹിതരെ ഇതിലെ, ഉണ്ണികളെ ഒരു കഥ പറയാൻ തുടങ്ങി ഒരുപാട് സംവിധായകരുടെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മാസ്റ്റർ പ്രക്ഷോഭ് അഭിനയിച്ചിട്ടുണ്ട്. രാജാവിന്റെ മകനിലെ രാജ്മോനെ ആരും മറക്കാനിടയില്ല. ആൾക്കൂട്ടത്തിൽ തനി എന്ന സിനിമയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് മാസ്റ്റർ പ്രക്ഷോഭ് നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായ മാസ്റ്റർ പ്രക്ഷോഭിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. മാസ്റ്റർ പ്രക്ഷോഭ് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന തന്റെ കരിയർ കണ്ടിന്യൂ ചെയ്യുകയാണ് മാസ്റ്റർ പ്രക്ഷോഭ്. 2002 ദിലീപ് സിനിമയാണ് കുബേരൻ. സിനിമയിൽ ആദ്യ അവസാനം വരെയുള്ള ദിലീപിന്റെ കൂടെയുള്ള 2 കുട്ടികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിലൊന്ന് നടിയായ കീർത്തി സുരേഷ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കൂടെയുള്ള ആ ഒരു ആൺകുട്ടിയായ മാസ്റ്റർ വിഘ്നേഷിനെ നിങ്ങൾ എത്ര പേർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്? 1999 മുതൽ 2002 വരെയുള്ള 4 വർഷക്കാലം കൊണ്ട് 12ലധികം മലയാള സിനിമകളിൽ മാസ്റ്റർ വിഘ്നേഷ് അഭിനയിച്ചിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, മധുര നൊമ്പരക്കാറ്റ്, MT വാസുദേവൻ നായരുടെ തീർത്ഥാടനം, ഒരു ചെറു പുഞ്ചിരി, കമലിന്റെ നമ്മൾ തുടങ്ങിയ മികച്ച സിനിമകളിൽ നല്ലൊരു തുടക്കം തന്നെയാണ് മാസ്റ്റർ വിഘ്നേഷിന് കിട്ടിയത്. എന്നാൽ 2002 അഭിനയം നിർത്തി പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിഘ്നേഷിന് 2016 ഒരു ബൈക്ക് ആക്സിഡന്റ് മൂലം ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഒരുപാട് ട്രീറ്റ്മെന്റിന് ശേഷം വിഘ്നേഷ് ജീവിതത്തിലേക്ക് പതിയെ തിരികെ വരികയാണ്. മാസ്റ്റർ വിഘ്നേഷ് ഇപ്പോൾ സിനിമ കാര്യമായി ചിന്തിക്കുന്നില്ല. പകരം പഠിച്ച വിദ്യാഭ്യാസത്തിന് ചേർന്ന് നല്ലൊരു കരിയർ വാർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. 1988 കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. 80കളിലും 90കളിലും ജനിച്ചവർക്ക് ഈ സിനിമയും ഈ സിനിമയുടെ പാട്ടുകളും എത്രത്തോളം നൊസ്റ്റാൾജിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ സിനിമയിലെ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് റേഡിയോയിലും ചിത്രഗീതത്തിലുമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു മുരളി എന്ന സ്കൂൾ കുട്ടി. വളരെ മോശം അവസ്ഥയിൽ ജനിച്ച് മറ്റുള്ളവരുടെ പരിഹാസം ഒരുപാട് സഹിച്ച് സ്കൂളിൽ നിന്നും മാറി കാക്കോത്തിയുടെ കൂടെ സുഹൃത്തായി മാറുന്ന മുരളിയെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. മുരളിയുടെ യഥാർത്ഥ പേര് കിരൺ വർഗീസ് എന്നാണ്. കാക്കോത്തിക്കാവ് മാത്രമല്ല, അഥർവം എന്ന സിനിമയിലും കിരൺ വർഗീസ് ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കിരൺ വർഗീസ് സിനിമയുമായി ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ കുടുംബസമേതം ഇന്തോനേഷ്യയിൽ സെറ്റിൽഡ് ആണ്. 1995 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് നമ്പർ 1 സ്നേഹദിനം ബാംഗ്ലൂർ നോർത്ത്. സിനിമയിലെ മമ്മൂട്ടിയുടെ മക്കളായ സുധിയെയും അനുവിനെയും ആരും മറന്നിട്ടുണ്ടായിരിക്കില്ല. അമ്മയുടെ സ്നേഹം ലഭിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള നിഷ്കളങ്കരായ ഈ 2 കുട്ടികളാണ് സിനിമയുടെ ഹൈലൈറ്റ്. സിനിമയിലെ സുധിയായി അഭിനയിച്ചത് മാസ്റ്റർ ശരത് പ്രകാശാണ്. ഈ സിനിമയ്ക്ക് ശേഷം ദി പ്രിൻസ്, അടിവാരം എന്നീ സിനിമകളിലും മാസ്റ്റർ ശരത് പ്രകാശ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് 25 വർഷത്തേക്ക് ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ശരത് പ്രകാശ് ഇപ്പോൾ കൊച്ചിയിൽ അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുകയാണ്. പരസ്യ കമ്പനിയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ചില പരസ്യങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2012 നായകനായി ഒരു സിനിമ ഷൂട്ട് ചെയ്തെങ്കിലും അത് പിന്നീട് പാതി വഴിയിൽ മുടങ്ങിപ്പോയി. അഭിനയം മാത്രമല്ല, പിന്നീട് തിരക്കഥ എഴുതാനും അദ്ദേഹം ആരംഭിച്ചു. 2018 ബനോഫി പൈ എന്ന ഷോർട്ട് മൂവിയിൽ തിരക്കഥ എഴുതി അതിൽ അഭിനയിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി മലയാള സിനിമയിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമയിലെ അനു എന്ന കഥാപാത്രം ചെയ്തത് ലക്ഷ്മി മരിക്കാറാണ്. ലക്ഷ്മി മരിക്കാർ നടിയായ അനാർക്കലി മരിക്കാരുടെ മൂത്ത സഹോദരിയാണ്. ആദ്യ സിനിമയ്ക്ക് ശേഷം ഏതാനും സിനിമകളിൽ ലക്ഷ്മി ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കുകയും പിന്നീട് ഇപ്പോൾ സിനിമാ മേഖലയിലെ WCC ഉൾപ്പെടെയുള്ള പല സംഘടനാ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ട് നിൽക്കുകയാണ്. 1984 പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലൂടെ സുപരിചിതനായ വ്യക്തിയാണ് കുട്ടിച്ചാത്തനായി അഭിനയിച്ച മാസ്റ്റർ അരവിന്ദ്. അതേ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് മാസ്റ്റർ അരവിന്ദ് കുട്ടിച്ചാത്തനിലൂടെ കരസ്ഥമാക്കിയിരുന്നു. പലരും വിചാരിച്ചിരിക്കുന്നത് മാസ്റ്റർ അരവിന്ദ് കുട്ടിച്ചാത്തൻ മാത്രം ചെയ്തിട്ട് സിനിമ വിട്ടുപോയി എന്നാണ്.
എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം മലയാളത്തിൽ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. 3 സിനിമകളിൽ നിന്നും 2 ദേശീയ അവാർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 1989 ഓപ്പോൾ എന്ന സിനിമയിലൂടെയാണ് മാസ്റ്റർ അരവിന്ദ് സിനിമയിലേക്ക് വരുന്നത്. താൻ സ്വന്തം ചേച്ചിയായി കണ്ടിരുന്നയാൾ തന്നെയാണ് തന്റെ അമ്മ എന്നറിയുന്ന നിമിഷം സിനിമ കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം ഞെട്ടിയ നിമിഷമായിരുന്നു. പിന്നീട് 1984 സത്യനന്ദിക്കാടിന്റെ കളിയിൽ അല്പം കാര്യം എന്ന സിനിമയിൽ നായികയുടെ അനുജനായി അഭിനയിച്ചു. അതിനുശേഷം അതേ വർഷം തന്നെയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ കുട്ടിച്ചാത്തനായി അഭിനയിച്ചത്. അഭിനയിച്ച ആദ്യത്തെയും അവസാനത്തെയും സിനിമയ്ക്ക് ദേശീയ അവാർഡ്. ആർക്കും ഇതുവരെ ലഭിക്കാത്ത വലിയൊരു തുടക്കം തന്നെയാണ് മാസ്റ്റർ അരവിന്ദിന് സിനിമയിൽ ലഭിച്ചത്. എന്നാൽ മാസ്റ്റർ അരവിന്ദിന്റെ യഥാർത്ഥ പേര് MP അരവിന്ദ് രാമനാഥ് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. ചുരുക്കി പറഞ്ഞാൽ വക്കീൽ കുപ്പായമിട്ട 2 ദേശീയ അവാർഡ് ജേതാവാണ് അഡ്വക്കേറ്റ് അരവിന്ദ് രാമനാഥ്. 1996 കമൽ സിനിമയായിരുന്നു അഴകിയ രാവണൻ. സിനിമയിലെ മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിച്ച കുട്ടിശങ്കറിനെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കുട്ടിശങ്കറിനായി സിനിമയിൽ അഭിനയിച്ചത് കിരൺ സെബാസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ KJ സെബാസ്റ്റ്യൻ സംവിധായകൻ കമലിന്റെ സഹസംവിധായകനായിരുന്നു. കിരൺ സെബാസ്റ്റ്യന്റെ ജ്യേഷ്ഠൻ കിഷോറും സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. കിരൺ സെബാസ്റ്റ്യൻ 12 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 9 സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചത്. ഞാനും കൂടെ ജോലിക്ക് വരട്ടെ അമ്മേ. നീയോ? ഇത്രയും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അഴകിയ രാവണനിലെ കുട്ടിശങ്കറിനെയാണ് നമുക്കേറെ ഇഷ്ടം. സ്ഫടികം, മാന്ത്രികം, മഴയെത്തും മുൻപേ, ക്ലാസ്മേറ്റ്സ്, പച്ചക്കുതിര തുടങ്ങിയ ഒരുപാട് മലയാള സിനിമകളിൽ കിരൺ സെബാസ്റ്റ്യൻ അഭിനയിച്ചിരുന്നു. 2008 പുറത്തിറങ്ങിയ സൈക്കിൾ എന്ന സിനിമയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. സിനിമയ്ക്ക് പുറമെ ചില തമിഴ് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള മനോരമയടക്കം ഒരുപാട് ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലും കിരൺ സെബാസ്റ്റ്യൻ അഭിനയിച്ചു. അഭിനയിച്ച സിനിമകളിൽ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. കഴിഞ്ഞ 16 വർഷങ്ങളിലായി അദ്ദേഹത്തെക്കുറിച്ച് അധികമായി മലയാളികൾക്ക് അറിയില്ല. എന്നാൽ കിരൺ സെബാസ്റ്റ്യൻ ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവല്ല. 1998 ആലിബാബയും 6 കള്ളന്മാരും എന്ന സിനിമയിലെ ജഗതി അവതരിപ്പിച്ച ഇത്തിക്കര തങ്കുവിന്റെ മകൻ ലുട്ടാപ്പിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ലോഡ് തഗ് പറയുന്ന ലുട്ടാപ്പിയെ ആരും മറന്നിട്ടുണ്ടാകില്ല. ലുട്ടാപ്പി എന്ന കഥാപാത്രമായി അഭിനയിച്ചത് മാസ്റ്റർ തേജസ് കൃഷ്ണയായിരുന്നു. തേജസ് കൃഷ്ണ അഭിനയിച്ച മറ്റ് സിനിമകളായിരുന്നു കഥാനായകൻ, കുസൃതി തുടങ്ങിയവ. എന്നാൽ ഒരു കാലത്ത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹം പെട്ടെന്നാണ് സിനിമയിൽ നിന്ന് മാഞ്ഞുപോയത്. 20 വർഷമായി അദ്ദേഹത്തിന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ ബിസിനസ്സുമായി സെറ്റിൽഡ് ആണ്. ഇനി ഒരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. 1999 ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിലൂടെ റോസ് മോളായി വരികയും പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം 2004 അഗ്നി നക്ഷത്രത്തിലെ ദേവിയുടെ അവതാരമായ അമാനുഷിക ശക്തിയുള്ള രുദ്രിയായി വന്നതും മലയാളി പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. എന്നാൽ പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷമാണ് സനിത മലയാള സിനിമയിലേക്ക് വരുന്നത്. 2013 M പത്മകുമാർ സംവിധാനം ചെയ്ത ഒറീസ എന്ന സിനിമയിലാണ് ഉണ്ണിമുകുന്ദന്റെ നായികയായി സനിക നമ്പ്യാർ എത്തിയത്. അതിനുശേഷം 10 വർഷമായി സനിക നമ്പ്യാരെ കുറിച്ച് ഒരു വിവരവുമില്ല. യുവനടിയായിട്ടും ആൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. ഏതാനും ചില ഫാൻ പേജുകൾ മാറ്റി നിർത്തിയാൽ ആളുടെ വിവരമോ ഇനി ചെയ്ത സിനിമയിലെ ഡാറ്റയിലൊന്നും സനിക നമ്പ്യാരുടെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായി കൊടുത്തിട്ടില്ല. എന്നാൽ സനിക നമ്പ്യാർ ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ നിന്നും പ്രൊഫഷണൽ ലൈഫിൽ നിന്നും അല്പം മാറി നിന്ന് ജീവിതം ആസ്വദിക്കുകയാണ്. 1994 പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയാണ് മിന്നാരം. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇത്. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. മാലമോളെ ചൊല്ലിയുള്ള തർക്കവും കോമഡിയും അടിപിടിയുമെല്ലാം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച രംഗങ്ങളാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു ചെറിയ കുട്ടിയായി അഭിനയിച്ച മാലമോളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാലമോളുടെ യഥാർത്ഥ പേര് താര തോമസ് മൂലയിൽ എന്നാണ്. എന്നാൽ മാലമോൾ എന്ന താര തോമസിനെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. താര ഒരു നടിയും ഗായികയും ഗാനരചയിതാവുമാണ്. Hi, I'm Tara and I'm a small-time playback singer and a small-time actress. മലയാളം, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ അവർ പാട്ടുകൾ പാടുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. താര എഴുതി ഹിറ്റാക്കിയ ഒരു പാട്ടാണ് 2004 പുറത്തിറങ്ങിയ റെയിൻ റെയിൻ കമ്മഗേൻ എന്ന സിനിമയിലെ തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ് എന്ന ട്രെൻഡ് സെറ്റർ പാട്ട്. പാട്ട് അന്നും ഇന്നും ഒരേ വൈബ് തന്നെയാണ്. അത് മാത്രമല്ല, ഇവർ എന്ന സിനിമയിലെ ഒരേ സ്വരം എന്ന മനോഹരമായ പാട്ട് പാടിയതും താര തോമസ് ആണ്. 19-ാം വയസ്സിൽ സ്വന്തമായി മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കുകയും വലിയ പ്ലാറ്റ്ഫോമുകളിൽ പാട്ടുപാടി തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് താര. ഏഷ്യാനെറ്റ്, ജീവൻ TV എന്നീ ചാനലുകളിൽ അവതാരികയായും താര പ്രത്യക്ഷപ്പെട്ടിരുന്നു. മിന്നാരം കൂടാതെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലും താര അഭിനയിച്ചിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രന്റെ അന്യർ എന്ന സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളും താര ചെയ്തിട്ടുണ്ട്. തന്റെ മ്യൂസിക് ബാൻഡ് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് താര കരിയർ പടുത്തുയർത്തിയത്. എന്നാൽ പിന്നീട് താര വിവാഹശേഷം ലണ്ടനിൽ സെറ്റിൽഡ് ആവുകയാണ് ചെയ്തത്. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമുകൾ നാട്ടിലും വിദേശത്തുമായി താര ചെയ്യുന്നുണ്ട്. മിന്നാരത്തിലെ മറ്റു കുട്ടികൾ കാർത്തിക പ്രതാപ്, ബേബി അമ്പിളി, കൃഷ്ണ ഭരദ്വാജ് എന്നിവരാണ്.
സംവിധായകനായ ലാൽ ജോസിന്റെ ആദ്യ സിനിമയാണ് 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവെന്ന മമ്മൂട്ടി സിനിമ. സിനിമയുടെ തുടക്കത്തിൽ മമ്മൂട്ടിയെ ഉപദ്രവിക്കുന്ന, പിന്നീട് സിനിമയുടെ അവസാന ഭാഗത്ത് സത്യം മനസ്സിലാക്കി മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്ന ബിജു മേനോന്റെ മകന്റെ കഥാപാത്രത്തിനെ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്? ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മാസ്റ്റർ വിഷ്ണു ആണ്. കേവലം ആ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച മാസ്റ്റർ വിഷ്ണു നടിയും ആങ്കറുമായ ശില്പ ബാലയുടെ ഭർത്താവാണ്. ഈ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് ഒരു TV ഷോയിൽ വെച്ച് ശില്പ ബാല തന്നെ ലാൽ ജോസിനോട് പറഞ്ഞതും ലാൽ ജോസ് ഞെട്ടിപ്പോയതുമെല്ലാം വൈറലായ സംഭവങ്ങളായിരുന്നു. അന്നത്തെ മാസ്റ്റർ വിഷ്ണു ഇന്നൊരു മെഡിക്കൽ ഡോക്ടറാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.